പ്രിയപ്പെട്ട വിശ്വാസികളെ, സിനഡിൻ്റെ വ്യക്തമായ അറിയിപ്പ് പ്രകാരം എറണാകുളം രൂപതയിൽ സഭയുടെ യഥാർത്ഥ കുർബാന അർപ്പിക്കുന്നത് ഏതാണ്ട് 1/2 ഡസൻ വൈദികരേയുള്ളൂ. മറ്റുള്ള വൈദികർ കുർബാന ചൊല്ലാൻ എന്നല്ല ഒരു ശുശ്രൂഷയും നിർവഹിക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. നിങ്ങളുടെ സമീപത്തെ ചന്തയിൽ നിന്ന് ഏതെങ്കിലും തൊഴിലാളി അൾത്താരയിൽ കയറി നിന്നാൽ നിങ്ങൾ അവരെ അടിച്ചോടിക്കുകയില്ലേ? എങ്കിൽ ഈ വിമത തീവ്രവാദികളെയും നിങ്ങൾ തല്ലി പുറത്താക്കണം. കാരണം സഭയുടെ കൽപ്പന പ്രകാരം അവർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്താണ്. വൈദിക വൃത്തിയിൽ നിന്നല്ല, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായതായി കണക്കാക്കപ്പെടും എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ, നിങ്ങൾ ഈ പറഞ്ഞത് കാര്യമാണെങ്കിൽ എറണാകുളം രൂപതയിലെ 300-ലധികം വൈദികർ ഇപ്പോൾ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്താണല്ലോ. മുന്നറിയിപ്പില്ലാതെ പുറത്താകുന്നതാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ വൈദികർ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ പോലും ഇല്ല. സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായവർക്ക് കുർബാന അർപ്പിക്കാൻ അവകാശമില്ല. പിന്നെ അവരെ വിലക്കുന്നതിലെന്തർത്ഥം? സഭ ഒരു കൂട്ടായ്മയാണ്. സഭാ കൂട്ടായ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണം ആദിമ ക്രിസ്തീയ സമൂഹമാണ്. സ്ലീഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്ന ആദിമ ക്രിസ്തീയ സമൂഹത്തിൻ്റെ മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ലൈംഗിക പ്രബോധനത്തോട് വിശ്വസ്തത പുലർത്തുന്നതും അതിൽ അടിയുറച്ചതുമായ കൂട്ടായ്മയാണ് യാഥാർത്ഥ്യമാക്കേണ്ടത്. അതിന് വിശ്വാസ പൈതൃകത്തിൻ്റെ സംരക്ഷകരാണ് തങ്ങളെന്ന അവബോധം മെത്രാന്മാർക്കുണ്ടാകണം. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി പരമ്പരാഗതമായി കൈമാറപ്പെട്ട വിശ്വാസ പൈതൃകത്തോട് വിശ്വസ്തത പുലർത്തുക വഴിയാണ് ശരിയായ കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. കേവലം വ്യക്തിപരമായ അഭിപ്രായങ്ങളെയും ആഗ്രഹങ്ങളെയും താലോലിക്കുന്നതല്ല ഈ വിശ്വസ്തത. മറിച്ച് സഭാ പാരമ്പര്യത്തിൻ്റെ സമ്പൂർണ്ണ സംരക്ഷണമാണ് മെത്രാന്മാരിൽ നിന്ന് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുന്നത്. പാരമ്പര്യത്തിലൂടെ സംരക്ഷിക്കപ്പെടുന്ന സത്യത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് ഒരു സംഘമായി കൂട്ടുത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ സിനഡിൻ്റെ അംഗങ്ങളെന്ന നിലയിൽ മെത്രാന്മാർക്ക് കടമയുണ്ട്. സഭയുടെ ആരാധനാ പൈതൃകം സംരക്ഷിക്കാൻ എല്ലാ മെത്രാന്മാർക്കും ഒരുപോലെ ചുമതലയുണ്ടെന്നും അവർ ഒത്തൊരുമിച്ച് ഇക്കാര്യം നിർവഹിക്കണമെന്നുമാണ് മാർപ്പാപ്പ ഉപദേശിക്കുന്നത്. മെത്രാന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളി ഏറ്റവും പ്രധാനമായി സാക്ഷാത്കരിക്കപ്പെടേണ്ടത് വിശുദ്ധ കുർബാനയുടെ കാര്യത്തിലാണെന്നും മാർപ്പാപ്പ തുടർന്ന് വ്യക്തമാക്കുന്നുണ്ട്. ലിറ്റർജി സംബന്ധമായ കാര്യങ്ങളിൽ മെത്രാന്മാരുടെ ഇടയിൽ അവശ്യമുണ്ടായിരിക്കേണ്ട ഐക്യവും കൂട്ടായ്മയുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ അപ്പം മുറിക്കൽ സത്യസന്ധവും പൊരുത്തപ്പെടുന്നതുമാകണമെങ്കിൽ മെത്രാന്മാർ തങ്ങളുടെ ഇടയിൽ ഉപവിയുടെ അപ്പം മുറിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെടുന്നത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും ഗൗരവമേറിയ കാര്യവും ഇതുതന്നെ. അതായത് സഭയുടെ ആരാധനാ പൈതൃകത്തിൻ്റെ സംരക്ഷണത്തിന് മെത്രാന്മാർ ഐക്യത്തിൽ ഏക മനസ്സോടെ പ്രവർത്തിക്കണം എന്ന് തന്നെ. തങ്ങളുടെ സുറിയാനി പൈതൃകത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ദീർഘകാലം ഒരുമിച്ച് നിന്ന ചരിത്രം മാർത്തോമാ നസ്രാണികൾക്കുണ്ട്. എന്നാൽ 1929 പൊന്തിഫിക്കൽ കർമ്മങ്ങളുടെ കാര്യത്തിൽ മെത്രാന്മാർ ഈ ഐക്യം പ്രകടമാക്കിയത് സുറിയാനി പൈതൃകത്തിന് പകരം ലത്തീൻ രീതികൾ സ്വീകരിക്കാൻ ഒരുമ്പെട്ടതിലാണ്. അതിൻ്റെ അപകടം മനസ്സിലാക്കിയ 11-ാം പിയൂസ് മാർപ്പാപ്പ 1934 ഈ നീക്കത്തെ നിരോധിക്കുകയും സുറിയാനി പാരമ്പര്യം പുനരുദ്ധരിക്കാൻ നടപടികൾ എടുക്കുകയും ചെയ്ത കാര്യം നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ വിവരിച്ചതാണ്. തെറ്റ് മനസ്സിലാക്കിയ മെത്രാന്മാർ അത് തിരുത്തുകയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നടപടികളെ സസന്തോഷം സ്വാഗതം ചെയ്യുകയും പൗരസ്ത്യ സുറിയാനി റീത്തിൻ്റെ മഹനീയതയും അത് പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രഖ്യാപിച്ചുകൊണ്ട് 1962 ജൂൺ 18 ഒരു സംയുക്ത ഇടയലേഖനം പുറപ്പെടുവിച്ചു. അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽദായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത്. അതിനെ പൗരസ്ത്യ സുറിയാനി റീത്ത് എന്നും വിളിക്കാറുണ്ട്. കൽദായ റീത്തിന് പ്രശസ്തമായ ചില പ്രത്യേകതകളുമുണ്ട്. എന്നാൽ 16-ാം നൂറ്റാണ്ടിൽ നാം വിദേശ ലത്തീൻ മെത്രാന്മാരുടെ ഭരണത്തിന് കീഴിലായപ്പോൾ നമ്മുടെ റീത്ത് സംബന്ധിച്ച് ചില വ്യതിയാനങ്ങളുണ്ടായി. സീറോ മലബാർ റീത്ത് അതിൻ്റെ പുരാതന നൈർമല്യത്തിൽ നിലനിർത്തുന്നതിന് വേണ്ട ഉദ്ധാരണ ജോലികൾ നിർവഹിക്കുന്നതിന് പരിശുദ്ധ സിംഹാസനം മുൻകൈയെടുത്തു പരിശ്രമിച്ചു. നമ്മുടെ ആരാധനാക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തന ഘട്ടമാണ് നാം തരണം ചെയ്യുന്നത്. നമ്മുടെ റീത്തിൻ്റെ പഴയ ക്രമങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും കാലോചിതമായ പരിഷ്കാരങ്ങൾ അവയിൽ ഏർപ്പെടുത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചൈതന്യപൂർണ്ണമാക്കുന്നതിനും വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒത്താശകളും പരിശുദ്ധ സിംഹാസനം
കരുണാപൂർവം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ റീത്തിനെ പറ്റിയും ആരാധനാക്രമങ്ങളെപ്പറ്റിയും വ്യക്തവും ഫലദായകവുമായ അറിവുകൾ സമ്പാദിക്കുന്നതിനും സഭാമാതാവിൻ്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ദിവ്യ കൂദാശ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. റീത്ത് സംബന്ധിച്ച പരിഷ്കാരങ്ങളെല്ലാം ഒന്നിച്ച് നടപ്പിലാക്കാൻ സാധ്യമല്ല. അത് അഭിലഷണീയവുമായിരിക്കുകയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ശിശുസഹജമായ സ്നേഹത്തോടും നിഷ്കൃഷ്ടമായ അനുസരണത്തോടും കൂടി അവയിൽ നമുക്ക് പുരോഗമിക്കാം. സിറോ മലബാർ സഭയിൽ അന്ന് 7 മെത്രാന്മാരാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടിയാണ് 1962 ഈ ഇടയലേഖനം പുറപ്പെടുവിച്ചത്. ആ മെത്രാന്മാർ ഇവരൊക്കെയാണ്: ജോസഫ് പാറേക്കാട്ടിൽ എറണാകുളം മെത്രാപ്പോലിത്ത, മാത്യു കാവുകാട്ട് ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്ത, ജോർജ് ആലപ്പാട്ട് തൃശ്ശൂർ മെത്രാൻ, തോമസ് തറയിൽ കോട്ടയം മെത്രാൻ, സെബാസ്റ്റ്യൻ വയലിൽ പാലാ മെത്രാൻ, സെബാസ്റ്റ്യൻ വള്ളൂപ്പള്ളി തലശ്ശേരി മെത്രാൻ, മാത്യു പോത്തനാമൂഴി കോതമംഗലം മെത്രാൻ. അന്ന് വെറും 7 മെത്രാന്മാർ, ഇന്ന് അതിൻ്റെ 7 ഇരട്ടി മെത്രാന്മാർ. എന്നിട്ട് എന്ത് നേട്ടമുണ്ടായി? 70 ഇരട്ടി ഭിന്നതകളും കലഹങ്ങളും. അതിൻ്റെ കാരണം എന്തായിരിക്കും? അനുസരണക്കേട് തന്നെ. അതെങ്ങനെ സംഭവിക്കും? ആഴത്തിലുള്ള വിശ്വാസമില്ല എന്നതുകൊണ്ട്. റീത്തിനെ സംബന്ധിച്ച് 1962 ഇടയലേഖനത്തിലൂടെ മെത്രാന്മാർ പ്രകടമാക്കിയ ഐക്യവും ബോധ്യവും ഇന്ന് തീർത്തും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം സഭയുടെ എല്ലാ തലങ്ങളിലും ദൃശ്യമാണ്. ഇടയലേഖനത്തിലൂടെ അംഗീകരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ ചില മെത്രാന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇടയലേഖനത്തിൻ്റെ ചൈതന്യവും ആഹ്വാനവും അനുസരിച്ച് പ്രവർത്തിച്ചവർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇടയലേഖനം അന്ന് വളരെയേറെ ശ്ലാഘിച്ച പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നടപടികളോടും മാർഗരേഖകളോടും വിശ്വസ്തത പുലർത്തുന്നവരാണ് ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്നത് എന്നത് എത്ര സങ്കടകരമാണ്. അത് എത്രമാത്രം ഇടർച്ചയുണ്ടാക്കുന്നു. സഭയുടെ പ്രബോധനങ്ങളിലും സഭാധികാരികളിലുമുള്ള വിശ്വാസമാണ് ഇവിടെ ചോർന്നു പോകുന്നത് എന്ന് ഈ ഇടയന്മാർ മനസ്സിലാക്കുന്നില്ല എന്നത് വലിയ ദുരന്തമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇടയലേഖനം തന്നെ അതിനുത്തരം നൽകുന്നുണ്ട്. റീത്തിൻ്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്തതായ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനുകരണങ്ങളും സഭ അംഗീകരിക്കുന്നില്ല. സഭയുടെ ഔദ്യോഗികമായ ഈ നിലപാട് മാർപ്പാപ്പാമാരുടെ തിരുവെഴുത്തുകളിലും നിർദ്ദേശങ്ങളിലും വ്യക്തമായി കാണാവുന്നതാണ്. അതീത കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും റീത്ത് സംബന്ധിച്ച് അനാശാസ്യമായ വ്യതിയാനങ്ങൾക്കിടയായത് സഭയുടെ ഈ നിലപാട് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ്. നിയമാനുസൃതമായ എല്ലാ റീത്തുകളും അപങ്കുരം സംരക്ഷിക്കപ്പെടണമെന്നതാണ് തിരുസഭയുടെ വ്യക്തമായ നിലപാട്. റീത്തിൻ്റെ തനിമയ്ക്ക് ദോഷം വരുത്തുന്ന പരിഷ്കരണങ്ങൾ പാടില്ല. ആരാധനക്രമ പരിഷ്കരണ കാര്യത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും എന്തെന്ന് സഭ നിർണയിച്ചിട്ടുണ്ട്. അവ അറിയാതിരിക്കുകയും അറിഞ്ഞാലും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് സീറോ മലബാർ സഭയിൽ അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്നത്. സഭാ പൈതൃകത്തിൻ്റെ സംരക്ഷകരെന്ന നിലയിൽ സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ ഇക്കാര്യങ്ങളൊക്കെ ശരിയായി അറിയുകയും വിശ്വാസികളെ ശരിയായി പഠിപ്പിക്കുകയും മാതൃക കാണിക്കുകയും വേണം. ലിറ്റർജി സംബന്ധമായി പരിശുദ്ധ സിംഹാസനം നൽകിയിട്ടുള്ള ഉദ്ബോധനങ്ങൾ വിശ്വാസികളിൽ സത്യസന്ധമായി എത്തിക്കാൻ ഫലപ്രദമായ ഒരു പ്രായോഗിക പദ്ധതി ഇന്ന് സീറോ മലബാർ സഭയിലില്ല. അത് വളരെ പരിതാപകരമാണ്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതീതമായി കൂട്ടുത്തരവാദിത്വത്തോടെ സഭാ പൈതൃകം പൂർണ്ണമായി സംരക്ഷിക്കണമെന്നുള്ള മാർപ്പാപ്പയുടെ ആഹ്വാനത്തിന് ചെവി കൊടുക്കാതെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയും പലപ്പോഴും തികച്ചും വിരുദ്ധമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇന്ന് വളരെ ശക്തവും വ്യാപകവുമാണ്. ഇതിനെ തിരുത്താനോ നിരോധിക്കാനോ ഇനിയും സാധിക്കാത്തതും ശ്രമിക്കാത്തതും ഗൗരവപൂർവ്വം കണക്കിലെടുക്കണം. ഈ കാലഘട്ടത്തിൽ മെത്രാന്മാരുടെ സിനഡിൻ്റെ ഉത്തരവാദിത്വം വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ ഓരോ തീരുമാനവും ചുമതലയും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദൈവജനത്തിൻ്റെ മുഴുവൻ കണ്ണുകളും മെത്രാന്മാരുടെ മേൽ പതിച്ചിരിക്കുക. മാർപ്പാപ്പായിൽ നിക്ഷിപ്തമായിരുന്ന അധികാരമാണ് സിനഡിന് കൈമാറിയത്. മാർപ്പാപ്പ എന്തിനു വേണ്ടി അക്കാലം അത്രയും ഈ അധികാരം തൻ്റേതായി സൂക്ഷിച്ചുവോ അക്കാര്യം ഇനിയും യാഥാർത്ഥ്യമാക്കേണ്ടത് മെത്രാന്മാരുടെ സിനഡാണ്. മാർപ്പാപ്പയുടെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്ന് 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലം മുതൽ പരിശുദ്ധ സിംഹാസനം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഉദ്ബോധനങ്ങളും വ്യക്തമാക്കും. സീറോ മലബാർ സഭ അതിൻ്റെ പൗരസ്ത്യ സുറിയാനി ആരാധനാ പൈതൃകം അഭംഗുരം സംരക്ഷിക്കണമെന്ന് തന്നെയാണ് പരിശുദ്ധ സിംഹാസനം ആഗ്രഹിക്കുന്നതും പഠിപ്പിക്കുന്നതും. ആരാധനക്രമ പരിഷ്കരണ കാര്യത്തിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങളും തത്വങ്ങളും പണ്ടേ തന്നെ നിർണയിച്ചിട്ടുള്ളതാണ്. അവയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് വേണം സിനഡ് ഇക്കാര്യത്തിൽ അധികാരം വിനിയോഗിക്കാൻ.
ഈ മാനദണ്ഡങ്ങളുടെയും തത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ സിനഡിൻ്റെ ഓരോ നടപടിയും നിരീക്ഷിക്കാനും വിലയിരുത്താൻ ദൈവജനത്തിനും അവകാശമുണ്ട്. ചുരുക്കത്തിൽ, വ്യവസ്ഥാപിത തത്വങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ സിനഡിന് അവകാശമില്ല, അധികാരമില്ല. സീറോ മലബാർ സഭയുടെ ശരിയായ പൈതൃകം നഷ്ടപ്പെടുത്താനും അധികാരമില്ല. 2024 ജൂൺ 9 സീറോ മലബാർ സഭ സിനഡ് പുറപ്പെടുവിച്ച സർക്കുലറിലെ പ്രസക്തമായ ഒരു ഭാഗം ഇനിയും ആവർത്തിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെയും സിനഡിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിക്കരിക്കുന്നത് ശീസ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് 13 പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ, അനുസരണയുള്ളിടത്ത് സഭയുണ്ട്, അനുസരണക്കേട് ഉള്ളിടത്ത് ശീഷ്മ ഉണ്ടാവും. അതിനാൽ 2021 നവംബർ 28 പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും 2024 ജൂലൈ 3 മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ 3 ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു. വൈദിക വൃത്തിയിൽ നിന്നല്ല, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായതായി കണക്കാക്കപ്പെടും എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഈ വൈദികർക്ക് 2024 ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തുന്നതാണ്. സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ, നിങ്ങൾ ഈ പറഞ്ഞത് കാര്യമാണെങ്കിൽ എറണാകുളം രൂപതയിലെ 300-ലധികം വൈദികർ ഇപ്പോൾ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് തന്നെ പുറത്താണല്ലോ. മുന്നറിയിപ്പില്ലാതെ പുറത്താകുന്നതാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ വൈദികർ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ പോലും ഇല്ല. സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തായവർക്ക് കുർബാന അർപ്പിക്കാൻ അവകാശമില്ല. പിന്നെ അവരെ വിലക്കുന്നതിലെന്തർത്ഥം? അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും. വെളിവ് നഷ്ടപ്പെട്ട മെത്രാൻ സംഘം എഴുതി വച്ചിരിക്കുന്ന വിവരക്കേട് നോക്കണേ. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ഈ തീരുമാനം ബാധകമായിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് എഴുതേണ്ടത്? സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത എല്ലാ വൈദികർക്കും ഈ വിലക്ക് ബാധകമായിരിക്കും എന്നല്ലേ എഴുതേണ്ടത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഉദ്ദേശിച്ചതിന് നേർവിപരീതമായ ഒരു കാര്യം എഴുതി വെക്കാനിടയായത് എന്തുകൊണ്ടാണ്? വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെ. ചെയ്യുന്നതിലും പറയുന്നതിലും എഴുതുന്നതിലും ഒന്നും ബോധ്യമില്ല, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചമില്ല.